പത്തനംതിട്ട അടൂർ പോലീസിനെതിരെ ആരോപണവുമായി റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥൻ രംഗത്ത്. അടൂർ സ്റ്റേഷനിൽ SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെയാണ് പരാതി. മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകിയിട്ടും നീതി ലഭിക്കുന്നില്ലെന്ന് പള്ളിക്കൽ സ്വദേശി ബാബു പറയുന്നു. മെയ് 27-ന് സാമ്പത്തിക തർക്കവുമായി സ്റ്റേഷനിലെത്തിയ ബാബുവിനെയാണ് അസഭ്യം പറയുകയും മർദ്ദിക്കുകയും ചെയ്തെന്ന് പരാതി പറയുന്നു. അത് ഈ ഒരു പരാതിയുടെ സെറ്റിൽമെൻറ്റിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ അവിടെ പോലീസ് സ്റ്റേഷനിൽ പോവുകയും സർക്കിൾ ഇൻസ്പെക്ടർ അത് പരിഹരിക്കുകയും അത് കാര്യങ്ങൾ മനസ്സിലാക്കി ആ കേസിന് ആസ്പദമായ യാതൊരു വസ്തുതകളും നിലനിൽക്കുന്നതായിട്ടല്ല, അതിന് വ്യാജമായിട്ടുള്ളൊരു പരാതിയാണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം അദ്ദേഹം അത് പരിഹരിച്ച് രണ്ടുപേർക്കും എഴുതി കേസില്ല, രണ്ടുപേർക്കും പരാതിയില്ല എന്ന് എഴുതി ഒപ്പിടാൻ പറഞ്ഞതിന് ശേഷം ഒപ്പിട്ടിട്ട് പോയിക്കോട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം അങ്ങനെ അതിന് വെയിറ്റ് ചെയ്യുമ്പോഴാണ് സബ് ഇൻസ്പെക്ടറായ അനൂപ് ചന്ദ്രൻ എവിടുന്നോ അദ്ദേഹം പുറത്തുനിന്നാണെന്ന് തോന്നുന്നു, അദ്ദേഹം അവിടെ ആ സ്ഥലത്ത് ഇല്ലായിരുന്നു. ഈ സംഭവം നടക്കുമ്പോൾ പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. സബ് ഇൻസ്പെക്ടർ അനൂപ് ചന്ദ്രൻ അദ്ദേഹത്തിന്റെ ചേംബറിലില്ലായിരുന്നു. പക്ഷെ വെളിയിൽ നിന്ന് എവിടുന്നോ അദ്ദേഹം വരികയും പിന്നെ എന്നെ ഒരു പ്രതിയെ പോലെ അല്ലെങ്കിൽ ഒരു ക്രിമിനൽ എന്നുള്ള ഒരു രീതിയിൽ കാണുകയും ആ രീതിയിൽ പെരുമാറുകയും ഞാൻ എന്തെല്ലാം ഞാനൊരു റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് പറയുകയും അപ്പോൾ ഒരു സമുദായത്തിന്റെ സെക്രട്ടറി ആണെന്നും താലൂക്കിന്റെ ഒരു ഖജാൻജിയാണെന്നൊക്കെ പറഞ്ഞപ്പോഴും അദ്ദേഹം എൻ്റെ സമുദായത്തെയും എന്നെയും വ്യക്തിപരമായും ഈ ജോലി സംബന്ധമായ ബാങ്കിനെ അടക്കം അധിക്ഷേപിച്ചിട്ടാണ് എന്നെ പോലുള്ള ഒരാളെ ഈ ഇവിടെ ഭൂമിയിൽ പോലും വെച്ചേക്കാൻ പാടില്ല എന്നുള്ള തരത്തിൽ അദ്ദേഹം വന്ന് ഉപദ്രവിക്കുകയായിരുന്നു ചെയ്തത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ നിന്ന് മിഥുൻ മുരളി ഒപ്പം ചേരുന്നുണ്ട്. മിഥുൻ, ഇന്ന് ഇതിപ്പോൾ മൂന്നാമത്തെ വാർത്തയാണ്. അതായത് പോലീസിന്റെ ക്രൂരത മാത്രമല്ല, ആ ക്രൂരത ബോധ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ്. ഒരുപക്ഷെ ഈ ക്രൂരതയോളം വലിപ്പമുള്ള മറ്റൊരു ചെയ്തിയാണ് ഈ പരാതിക്ക് മേൽ പരിഹാരമുണ്ടാകുന്നില്ല എന്നത്. അതായത് അത്തരം ഇടിയന്മാരായ പോലീസുകാർ, അവർക്കെതിരെ ഒരു നടപടിയും നിർദ്ദേശിക്കപ്പെട്ടിട്ട് പോലും ഉണ്ടാകുന്നില്ല. ഇവിടെ SI അനൂപ് ചന്ദ്രൻ അസഭ്യം പറഞ്ഞു, മർദ്ദിച്ചു. അതായത് ഇയാൾ ഇനി ഈ ലോകത്ത് ജീവിച്ചിരിക്കേണ്ടതില്ല എന്ന അർത്ഥത്തിൽ സംസാരിക്കുകയാണ്. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ല എന്നാണ്. രാജി സൂചിപ്പിച്ച പോലെ തന്നെയാണ് ഗുരുതരമായ ആരോപണമാണ് ഉയരുന്നത്. അത് പരാതി നൽകിയിട്ടും മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞിട്ടും നീതി കിട്ടുന്നില്ലെന്നാണ് പള്ളിക്കൽ സ്വദേശി 68 വയസ്സുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാബു പറയുന്നത്. അടൂർ പള്ളിക്കൽ സ്വദേശി വി ബാബു പോലീസിനെതിരെ ഉന്നയിക്കുന്ന പരാതി ഇങ്ങനെയാണ്. നാട്ടിൽ തന്നെയുള്ള മറ്റൊരു വ്യക്തിയുമായി സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായി. ഈ തർക്കവുമായി ബന്ധപ്പെട്ടുള്ള പരിഹാരത്തിന് വേണ്ടിയാണ് കേസുമായി അടൂർ പോലീസിനെ സമീപിക്കുന്നത്. മെയ് 27-ാം തീയതി പോലീസിൽ പരാതി നൽകി പിന്നീട് CI മധ്യസ്ഥതയിൽ ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു. മെയ് 27-ാം തീയതിയാണ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നത്. തുടർന്ന് CIയുടെ നേതൃത്വത്തിൽ ഈ രണ്ട് വിഭാഗങ്ങൾ, പരാതിക്കാരനായ പള്ളിക്കൽ സ്വദേശി ബാബു മറ്റ് സാമ്പത്തിക ഇടപാടിൽ തർക്കമുണ്ടായിരുന്ന ആളുമായുള്ള പരാതികൾ ഒത്തുതീർപ്പിലാക്കി മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് എഴുതി ഒപ്പിട്ട് വെക്കാൻ ഒത്തുതീർപ്പ് മധ്യസ്ഥതയായി. തുടർന്ന് പരാതികളൊന്നുമില്ലെന്ന് എഴുതി നൽകാൻ ആവശ്യപ്പെട്ട് CI സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് പോയ സമയത്താണ് സ്റ്റേഷനിലേക്ക് SI അനൂപ് ചന്ദ്രൻ കയറി വരുന്നത്. പിന്നീട് ഈ SI ഒരു കാരണവുമില്ലാതെ അസഭ്യം പറഞ്ഞ ശേഷം മർദ്ദിച്ചു എന്നാണ് ബാബു പരാതി പറയുന്നത്. ഈ സമയത്ത് ബാബുവിന്റെ ഭാര്യ സ്റ്റേഷന് പുറത്ത് ഉണ്ടായിരുന്നു. അസുഖബാധിതനാണെന്നും ഉപദ്രവിക്കരുതെന്നും പറഞ്ഞിട്ടും പോലീസ് SI അകാരണമായി മർദ്ദിക്കുകയായിരുന്നു, അസഭ്യം പറയുകയായിരുന്നു എന്നാണ് ഇവർ പറയുന്നത്. മാത്രമല്ല ജാതീയമായി അധിക്ഷേപിച്ചു എന്നും പരാതിയുണ്ട്. ദളിത് സംഘടനാ പ്രവർത്തകർ കൂടിയാണ് ബാബുവും ഭാര്യയും. ഈ സംഭവത്തിന് പിന്നാലെ മുഖ്യമന്ത്രിക്ക് ഉൾപ്പെടെ ഇവർ പരാതി നൽകിയിരുന്നു. പക്ഷേ നടപടി ഒന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രധാനപ്പെട്ട മറ്റൊരു ഗുരുതരമായിട്ടുള്ള ആരോപണം. സംഭവത്തിന് പിന്നാലെ SIയെ സ്ഥലം മാറ്റിയെന്നും മറ്റ് പരാതികൾ ഒത്തുതീർപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും സമീപിക്കുന്നുണ്ടെന്നും ബാബു പറയുന്നുണ്ട്. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ നൽകിയിരിക്കുന്ന പരാതികളുടെ അടിസ്ഥാനത്തിൽ പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അടക്കം റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. പക്ഷേ ജില്ലയിലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ തുടർ നടപടികൾ അട്ടിമറിക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായിട്ടുള്ള ആരോപണം. സംഭവ ദിവസത്തെ CCTV ദൃശ്യം ആവശ്യപ്പെട്ട് DYSPക്ക് ബാബു അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ ഇതുവരെയും ഈ CCTV ദൃശ്യങ്ങളും ലഭ്യമായിട്ടില്ല. ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം
അടൂർ പോലീസ് SI ആയിരുന്ന അനൂപ് ചന്ദ്രനെതിരെ ഉയരുന്നു. അതിൽ മുഖ്യമന്ത്രിക്കടക്കം പരാതി നൽകുന്നു. തുടർ നടപടികൾ ഉണ്ടാവുന്നില്ല. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം ഇത് തുടർ നടപടികൾ അട്ടിമറിക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ബാബു 68 വയസ്സുള്ള റിട്ടയർഡ് ബാങ്ക് ഉദ്യോഗസ്ഥനായ ബാബു പോലീസിനെതിരെ ഉന്നയിക്കുന്ന പരാതി. കൃഷ്ണരാജ്. ശരി.